ഇന്ന് ഉള്ളിവട ഉണ്ടാക്കാം ഈവനിങ് സ്നാക്കായിട്ട്. അപ്പോൾ ഒരു 5 സവാളയാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഉപ്പാണ് ഇടുന്നത്. ഉപ്പ് അധികമായി പോകരുത്. ഒരു 1/2 സ്പൂൺ തന്നെയാണ് ഞാൻ ഉപ്പിട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു പച്ചമുളക്, ഞാൻ വേറെ മുളക് ഇടുന്നുണ്ട്, അതുകൊണ്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. പച്ചമുളക് അപ്പൂന് കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് 2 എണ്ണം ഒക്കെ ഇടാം കേട്ടോ. നമുക്ക് ഒരു ഇഞ്ചി കഷ്ണം ഇട്ടുണ്ട്, ചെറിയ കഷ്ണം, വേപ്പില, അതുപോലെ മല്ലിയില. ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ആദ്യം ഒന്ന് നന്നായി കുഴച്ചെടുക്കാം കേട്ടോ. ഈ സവാള ഒരു 15 മിനിറ്റ് എന്നിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ അതിലത്തെ ആ നീരൊക്കെ അങ്ങനെ ഇറങ്ങി വരും. ആ നീര് മാത്രമാണ് നമ്മൾ പൊടിയിടുമ്പോൾ നനയ്ക്കാനായിട്ട് എടുക്കുന്നത്. വേറെ വെള്ളമൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. അപ്പം ഇത് ഇങ്ങനെ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ മാറ്റി വയ്ക്കും. അങ്ങനെ ഇത് വേണ്ട, ഇങ്ങനെ എടുത്ത് വയ്ക്കും. ഇതൊന്ന് 10-15 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരികെ എടുത്താണത് കണ്ടോ. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ടു 1/4 ടീസ്പൂണ്, 1 ടേബിൾ സ്പൂണോളം ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കായപ്പൊടി ഇട്ടു, ഒരു 4 ടേബിൾ സ്പൂണ് കടലമാവും 3 ടേബിൾ സ്പൂണ് മൈദയും കൂടി ചേർത്തിട്ട് ആ സ്പൂൺ കൊണ്ട് തന്നെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് കുഴച്ച് എടുക്കാം. ആദ്യം തന്നെ ആ സ്പൂൺ കൊണ്ട് തന്നെ നമുക്കത് കുഴച്ചാണ്ട് എടുക്കുക. അപ്പോൾ അതിലുള്ള വെള്ളം മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. വേറെ വെള്ളമൊന്നും, സബോളയിൽ നിന്ന് ഊർന്ന് വന്ന വെള്ളം മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ ഇട്ടത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഒരു 5 സബോള ഉണ്ടല്ലോ, അപ്പോൾ എരിവ് ഇത് മതി. ഇനി നമുക്കിത് വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇങ്ങനെ കയ്യിലിങ്ങനെ പരത്തിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട വശം നമ്മൾ മറിച്ചിടരുത് കേട്ടോ. ഒന്ന് അടിഭാഗമൊന്ന് മൊരിഞ്ഞ പോലെ അതിന് ശേഷം മറിച്ചിട്ടാൽ അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഇതിങ്ങനെയാണ് പരത്താം കേട്ടോ. ഞാൻ പരത്തി അടുത്ത സ്റ്റെപ്പിനുള്ള 3 എണ്ണം ഞാൻ ആക്കി വെച്ചു. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിങ്ങനെ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കാം. ഇതായിട്ടുണ്ട്. അരിപ്പയിലിട്ടിട്ട് നമുക്കത് നന്നായി വാർന്ന് ചൂട്ടോട് കൂടി ഇങ്ങനെ വാറ്റിയെടുക്കുമ്പോൾ ഈ ഉള്ളിവടയിൽ ഇങ്ങനെ വലിയ വെളിച്ചെണ്ണയൊന്നും വെക്കില്ല. നന്നായി വാറ്റിയതിന് ശേഷം വേറൊരു അരിപ്പയിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കും. അപ്പോൾ ആ ചൂട്ടോട് കൂടി അത് വാർന്ന് പൊക്കോളും. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 3 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേഗം ഇട്ട് കൊടുക്കാം. 3 എണ്ണത്തിനും കൂടുതൽ ഇതിലിടാൻ പറ്റില്ല, സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യത. അപ്പോൾ ഒരു 3 എണ്ണം ഇടാം. അപ്പോൾ ഇനിയൊരു 3 എണ്ണം കൂടിയാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് മറിച്ചിട്ടാൽ മതി കേട്ടോ. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ മറിച്ചിടുക. അപ്പം അങ്ങനെ 3 സ്റ്റെപ്പ് ഉണ്ടാക്കിയെടുത്തതാണിത്. നല്ല ഉള്ളിവടയായിട്ട് വന്നിട്ടുണ്ട്, നല്ല മൊരിഞ്ഞ ഉള്ളിവട. അപ്പോൾ കട്ടൻ ചായക്ക് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ കട്ടൻ ചായ കുടിക്കാൻ പോകണം. അപ്പൂപ്പ വരും. അപ്പോൾ അതിനുള്ളത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അന്ന് വെച്ചത് കാണിക്കുമ്പോൾ വലിയ സന്തോഷമാണ്. അപ്പോൾ നമുക്ക് ഉള്ളിവടയും കട്ടൻ ചായയും, ഇതാണ് നമ്മുടെ ഉള്ളിവട. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു, ബൈ.